നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടാലി പ്രൈമിലെ പ്രിന്റിംഗ് കോൺഫിഗറേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രിന്റ് നമ്മൾ എടുക്കുക, പ്രിന്റിങ്ങിന് എന്തെല്ലാം സെറ്റിങ്സ് നമ്മൾ ചെയ്യണം, ഓരോരോ വൗച്ചറുകളും എങ്ങനെയാണ് പ്രിന്റ് എടുക്കുക, ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ടന്റ് നിർബന്ധമായിട്ടും ഇത് അറിഞ്ഞിരിക്കണം. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യാൻ മാത്രമല്ല, നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പ്രിന്റ് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഈ റിപ്പോർട്ടുകൾ നമ്മൾ ഓഡിറ്റർക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രിന്റ് എടുത്തിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രിന്റിംഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. എനിക്ക് മെയിൽ ചെയ്താൽ മതി. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliClass@gmail.com ആണ്. അപ്പോൾ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രിന്റിംഗ് കോൺഫിഗറേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് മുകളിൽ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് കാണും. ഇവിടെ നമുക്ക് പ്രിന്റിൻ്റെ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ കാണും. ഒന്ന് കറണ്ട് ഉണ്ട്, അതേഴ്സ് ഉണ്ട്, കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൗച്ചറുകളൊക്കെ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറണ്ട് Ctrl+P അടിച്ചാൽ മതി. നമുക്ക് സെയിൽസ്, അങ്ങനെയുള്ള റെസിപ്റ്റുകൾ, പേയ്മെൻറ്റുകൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പ്രിന്റ് എടുക്കേണ്ടി വരുമല്ലോ. അപ്പോഴാണ് നമ്മൾ കറണ്ട് എന്നുള്ളത് ഉപയോഗിക്കുക. അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ, അതായത് നമ്മുടെ ഡേ ബുക്ക്, ക്യാഷ് ബുക്ക് ഇങ്ങനെയുള്ളതൊക്കെ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതേഴ്സ് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത്. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് കിട്ടണമെങ്കിലാണ് കോൺഫിഗറേഷൻ ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഒരു പ്രിന്റിംഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ഒരുപാട് സെറ്റിങ്സ് അഡീഷണൽ നമുക്ക് ചെയ്യേണ്ടി വരും. ചിലതിന് നമുക്ക് ചെയ്യണം, ചിലതിന് നമുക്ക് ചെയ്യണ്ട. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺഫിഗറേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്കൊന്ന് കോൺഫിഗറേഷൻ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. ഇവിടെ നമുക്ക് ഷോ മോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഷോ മോർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് വന്നു. ഇതിൽ നമുക്ക് ഫസ്റ്റിലെ പ്രിന്റ് ഫോർമാറ്റ്, നമുക്ക് നീറ്റ് മോഡ്, നമുക്ക് 2 മോഡുകളുണ്ട്. ഒന്ന് നീറ്റ് മോഡും ഉണ്ട്, അതേപോലെ തന്നെ ഒന്ന് ക്വിക്ക് മോഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് മോഡിലാണ് വേണ്ടത് വെച്ചെങ്കിൽ നമുക്ക് എടുക്കാം. നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നീറ്റ് മോഡും ഉണ്ട്, ക്വിക്ക് മോഡും ഉണ്ട്. നീറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വൃത്തിക്ക് വെടിപ്പിന് പ്രിന്റ് വരും. അപ്പോൾ നമുക്ക് ഇങ്ക് ഒരുപാട് ചിലവാകും. അത് നല്ല വൃത്തി വരണമെങ്കിൽ നല്ലത് വേണമല്ലോ. ക്വിക്ക് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് ക്വിക്ക് മോഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്കൊക്കെ കുറച്ചേ ചിലവാക്കുള്ളൂ. കാരണം വലിയ വൃത്തിയൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ചിലത് നമുക്ക് ഇങ്ങനെ എടുക്കേണ്ടി വരും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുക, ഡേ ബുക്ക് അല്ലെങ്കിൽ നമുക്കൊന്ന് നമ്മളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ ഒന്ന് നമുക്ക് വെറുതെ ജസ്റ്റ് ചെക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ക്വിക്ക് മോഡ് എടുത്താൽ മതി. എന്നാൽ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്കും വെടിപ്പിനും വേണം. അപ്പോൾ നമുക്ക് നീറ്റ് മോഡാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഓരോന്നിനും വേണ്ടിയിട്ട് ഓരോന്നാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ് പ്രിന്റർ, നമ്മുടെ ഒരു സ്ഥാപനത്തിൽ 2 3 പ്രിന്റർ ഉണ്ടായിരിക്കും. നമ്മളുടെ പ്രിന്റർ ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. പേപ്പർ ടൈപ്പ് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്, 2 തരമുണ്ട്. പ്ലെയിൻ പേപ്പറും ഉണ്ട്, അതേപോലെ തന്നെ പ്രീ പ്രിന്റഡ് പേപ്പറും ഉണ്ട്. നമ്മുടെ ഒരു ലെറ്റർ പാഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെറ്റർ പാഡിലെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ലെറ്റർ പാഡിലാണ് അടിക്കുക. അപ്പോൾ അത് നമ്മൾക്ക് അതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം. അതേപോലെ നമ്മൾക്ക് ടാലി പ്രൈമിൽ വന്നിട്ടുള്ള ഒരു പ്രധാന ഫീച്ചറാണ് സെറ്റ് പ്രിവ്യൂ ആസ് ഡിഫോൾട്ട്. നമ്മളൊരു പ്രിന്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും പ്രിവ്യൂ എടുക്കണം. കാരണം അതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിവ്യൂ നോക്കുന്നത്. അപ്പം നേരിട്ട് തന്നെ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് പേപ്പർ വേസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ പ്രിവ്യൂ നമുക്ക് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഓരോന്നിനും നമുക്ക് പ്രിവ്യൂ സെറ്റ് ചെയ്ത് ആക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എല്ലാറ്റിലും എന്താണ് പ്രിവ്യൂ കാണിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് പ്രിന്റിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഓപ്ഷനാണ്. ഇത് ടാലി പ്രൈമിൽ വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ സെറ്റ് നമ്പർ ഓഫ് കോപ്പീസ് ഫോർ പ്രിന്റിംഗ് വൗച്ചേഴ്സ്, നമുക്ക് എത്ര കോപ്പികൾ വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് നമ്മൾക്ക് ഓരോന്നിനും പോയിട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ട് വെക്കാം. ഇപ്പോൾ നമുക്ക് സെയിൽസ് ഇൻവോയ്സ് നമുക്ക് 2 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ ഡിഫോൾട്ടായിട്ട് എല്ലാത്തിലും നമുക്ക് 2 എണ്ണം വീതം പ്രിന്റ് വരും. അതായത് ഇൻ ഡെലിവറി നോട്ട്, സെയിൽസ് ഓർഡർ, പർച്ചേസ്, റെസിപ്റ്റ് നോട്ട്, പർച്ചേസ് ഓർഡർ നമ്പർ, ഡെബിറ്റ് നോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇതേപോലെ നമ്മൾക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാം. അതിനാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ നമുക്ക് കൺട്രി വിത്ത് അഡ്രസ്സ്, ഹെഡർ ഇൻഫർമേഷനിൽ നമുക്ക് മാർജിൻസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാം. അതേപോലെ പിന്നെയുള്ള ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് നമുക്കിവിടെ കമ്പനി ഡീറ്റെയിൽ.
നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് കമ്പനി ലോഗോ, ഇതും എന്താണ് ടാലി പ്രൈമിൽ വന്നിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഒരു ലോഗോ ഉണ്ടായിരിക്കുമല്ലോ, അതായത് ഒരു നമ്മുടെ കമ്പനിക്കുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ബില്ലിലൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലോഗോ സെറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ സെയിൽസ് ബില്ലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ലോഗോ സെറ്റ് ചെയ്യും. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് യെസ് കൊടുക്കാം. ഇവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോഗോ നമ്മൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ 3 കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞാൽ ഓൺലി BMP ആൻഡ് JPG ഫയൽ ഫോർമാറ്റ്സ് ആർ സപ്പോർട്ടഡ്. അതായത് നമ്മൾ എടുക്കണ ഈ ഇമേജ് ഉണ്ടല്ലോ, ആ ലോഗോ സെറ്റ് ചെയ്യണ ആ ഇമേജ് ഒന്നുകിൽ അതൊരു BMP ഫയൽ ആയിരിക്കണം, അല്ലെങ്കിൽ അത് JPG ഫയൽ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞാൽ റെക്കമെൻഡഡ് ഫയൽ സൈസ് ഈസ് 96 പിക്സൽ ഇൻ വിഡ്ത്ത്, 80 പിക്സൽസ് ഇൻ ഹൈറ്റ്. 90 പിക്സൽ വിഡ്ത്തും 80 പിക്സൽ ഹൈറ്റും ഉണ്ടായിരിക്കണം ആ ഇമേജിന്. കമ്പനി ലോഗോ ക്യാൻ ബി പ്രിന്റഡ് ഓൺലി ഓൺ സ്പെസിഫിക് റിപ്പോർട്ട്സ് ആൻഡ് വൗച്ചേഴ്സ്. അത് സ്പെസിഫിക് റിപ്പോർട്ട്സിൻ്റെ മുകളിലും വൗച്ചേഴ്സിൻ്റെ മുകളിലുമാണ് ആ ഒരു ലോഗോ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ നമുക്ക് കമ്പനി ഡീറ്റെയിൽസ്, നമുക്ക് കമ്പനിയുടെ പേര്, അഡ്രസ്സ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു സ്പെസിഫിക് ഇതിലെങ്ങനെയാണ്, ഒരു കറണ്ട് ഇതിലെങ്ങനെയാണ് നമ്മൾക്ക് ഒരു പ്രിന്റ് എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു സ്പെസിഫിക് വൗച്ചറിൻ്റെ മുകളിൽ നമുക്ക് എങ്ങനെയാണ് പ്രിന്റ് എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്ക് എസ്കേപ്പ് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡാബുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ നമുക്ക് ഒരു എൻട്രി നമ്മൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഒരു സെയിൽസിൻ്റെ എൻട്രി നമ്മൾക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സെയിൽസിൻ്റെ എൻട്രി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് പ്രിൻറ്റിൻ്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കറണ്ട് എന്ന് പറഞ്ഞിട്ട് Ctrl+P അടിച്ചാൽ മതി. ഇവിടെ നമുക്ക് കറണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ 3 കാര്യങ്ങൾ ഇവിടെ കാണിക്കും. കോൺഫിഗർ ഉണ്ട്, പ്രിവ്യൂ ഉണ്ട്, പ്രിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് കോൺഫിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫിഗർ ആക്കുന്നത്. പ്രിവ്യൂ പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ പ്രിന്റിന്റെ വ്യൂ എങ്ങനെയാണ് വരിക എന്നുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണണം വിചാരിക്കുക, ഒന്ന് വൃത്തിക്ക് കാണണം വിചാരിക്കുക, F4 പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് വൃത്തിക്കായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വൃത്തിക്കായിട്ട് നമുക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. പിന്നെ നമുക്ക് എന്താണ് അടുത്തത്, എന്താണ് നമുക്ക് പ്രിൻ്റാണ്. നമുക്ക് എല്ലാം കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കോൺഫിഗറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കോൺഫിഗർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് വരും. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോ മോർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളായിട്ട് ഇവിടെ വന്നു. ഇവിടെ നമുക്ക് വൗച്ചർ ഡീറ്റെയിൽസിൻ്റെ അവിടെ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ബില്ല് പ്രിന്റ് വരേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് നമുക്കത് സെറ്റ് ചെയ്തിട്ട് വെക്കാം. ഇൻവോയ്സ് ഫോർമാറ്റ് എങ്ങനെയാണ് വേണ്ടത്, കസ്റ്റമറുടെ സിഗ്നേച്ചർ വേണോ, സീരിയൽ നമ്പർ വേണോ, ക്വാണ്ടിറ്റി വേണോ, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി വിത്ത് ഓൾട്ടർനേറ്റ് യൂണിറ്റ് വേണോ, സെറ്റ് ഓൾട്ടർനേറ്റ് യൂണിറ്റ് സെപ്പറേറ്റ് കോളം വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ട് വെക്കാം. അഡീഷണൽ ഡിസ്ക്രിപ്ഷൻ വേണോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഒരു പ്രിന്റ് വരേണ്ടത് നമ്മളുടെ പേപ്പറിൽ, ഇപ്പോൾ നമ്മളൊരു A4 സൈസ് പേപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഉൾക്കൊള്ളുന്നതായിരിക്കണം നമ്മളുടെ ഒരു പ്രിന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ബില്ലിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാതും നമ്മൾക്ക് ഇതിൽ നമ്മൾക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഇപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് ആണെങ്കിൽ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസിൻ്റെ റേറ്റ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ്, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രിന്റ് വരുന്നത്, GST ഡീറ്റെയിൽസ്, GST റേറ്റ് പെർസെൻറ്റേജ് വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം, HSN നമ്പർ, GST അനാലിസിസ്, അതേപോലെ തന്നെ ഇ-വേ ബിൽ നമ്പർ, ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കൊടുക്കാം. അതേപോലെ ഹെഡർ ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റിൽ ഉണ്ട്, സബ് ടൈറ്റിൽ ഉണ്ട്. ഇതിൽ വരുന്ന നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണിക്കും, ഒപ്റ്റിമൈസ് പ്രിന്റിംഗ് ടു സേവ് പേപ്പർ. നമുക്ക് ചിലപ്പോൾ പ്രിന്റിന്റെ പ്രിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3-4 പേജിലൊക്കെ ആയിരിക്കും അത് കിടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിനെ നമ്മൾക്ക് ചുരുക്കിയിട്ട് പേപ്പർ നമ്മൾക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് പ്രിവ്യൂ ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ എടുത്ത് നോക്കി. ഇതിൻ്റെ പ്രിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണുന്നുണ്ട് 4 പേജാണ് ഇതിൻ്റെ പ്രിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് F4 പ്രസ് ചെയ്തിട്ട് എടുത്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത് നമുക്ക് 1ാമത്തെ പേജാണ്. നമുക്കൊന്ന് താഴത്തേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് 2ാമത്തെ പേജ് വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഒന്ന് താഴത്തേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് 3ാമത്തെ പേജ് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മുടെ താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് 4 പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 പേജിനെ ഒന്ന് നമുക്ക് ചുരുക്കണം, കാരണം നമുക്ക് പേപ്പർ സേവ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് പറഞ്ഞത്. നമുക്കിവിടെ കോൺഫിഗർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമ്മൾക്ക് എന്താണ് എടുക്കേണ്ടത്, ഒപ്റ്റിമൈസ് പ്രിന്റിംഗ് ടു സേവ് പേപ്പർ. ഈ ഒരു ഓപ്ഷൻ നമുക്കൊന്ന് യെസ് കൊടുക്കാം. നമുക്ക് യെസ് കൊടുത്തു. ഇത് നമ്മളെ Ctrl+A അടിച്ച് സേവ് ചെയ്തു.
ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് പ്രിവ്യൂ എടുത്ത് നോക്കാം. ഇപ്പോൾ പ്രിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് 1 of 2 ഇപ്പോൾ 2 പേപ്പറിലായിട്ട് ഇതാണ് പ്രിൻറ്റ് വന്നിരിക്കുന്നത്. 4 പേപ്പർ ഉള്ളത് ചുരുങ്ങിയിട്ട് നമ്മൾക്ക് ഇവിടെ 2 പേപ്പറിലായിട്ട് നമുക്ക് പ്രിൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് F4 അടിച്ചിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് ഇത് 1ാമത്തെ പേജാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ട് എടുത്തു. ഇത് നമുക്ക് 2ാമത്തെ പേജായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഈ 1ാമത്തെ പേജിനും 2ാമത്തെ പേജിനും ഈ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്, ഈ അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ഒരു പേജിൽ മാത്രം വന്നാൽ പോരെ ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇതിനെ നമുക്ക് ചെറുതാക്കാം, ഒന്നും കൂടി നമുക്ക് പേപ്പർ നമ്മൾക്ക് സേവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വീണ്ടും നമ്മൾ കോൺഫിഗറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ജസ്റ്റ് വീണ്ടും നമുക്ക് താഴത്തേക്ക് വരാം. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഒപ്റ്റിമൈസ് പ്രിൻറ്റിങ്ങിൻ്റെ അടിയിൽ നമുക്കൊരു ഓപ്ഷൻ കാണും, ചൂസ് ഡീറ്റെയിൽസ് ടു ഷോ സെക്കൻഡ് പേജ് ഓൺ വേർഡ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് യെസ് കൊടുക്കാം. അതായത് സെക്കൻഡ് പേജിൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ യെസ് കൊടുത്തു. അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ, ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോ കൊടുക്കാം. കാരണം സെക്കൻഡ് പേജിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് പേപ്പർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ നോ കൊടുത്തു, ഇത് നമ്മൾ നോ കൊടുത്തു. ഇവിടെയുള്ള എല്ലാ ഓപ്ഷനും നമ്മളിവിടെ നോ കൊടുത്തു, ഇവിടെയും നമ്മൾ നോ കൊടുത്തു. ഇതെല്ലാം നമുക്ക് നോ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് നോ കൊടുത്തു, ഇത് നോ കൊടുത്തു, ഇത് നോ കൊടുത്തു, ഇതെല്ലാം ഞാൻ നോ കൊടുത്തു. ഇത് Ctrl+A അടിച്ചിട്ട് സേവ് ചെയ്തു. ഇതും Ctrl+A അടിച്ചു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ എടുത്ത് നോക്കാം. അപ്പോൾ പ്രിവ്യൂ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രിവ്യൂ എടുത്ത് നോക്കിയാൽ ഇപ്പോഴും നമുക്ക് ഇവിടെ 1 of 2 പേജിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മാർജിൻ ഒന്ന് നമുക്ക് കുറയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വീണ്ടും നമ്മൾക്ക് കോൺഫിഗർ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഷോ മോർ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഷോ മോർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴത്തേക്ക് വരാം. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മാർജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നമുക്ക് തന്നെ കാണിക്കും. ജസ്റ്റ് നമ്മളിങ്ങനെ താഴത്തേക്ക് വന്നു. ഇവിടെ നമുക്ക് ഹൈറ്റ് വിഡ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇൻക്രീസ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഹൈറ്റ് ഓഫ് നോർമൽ ഇൻവോയ്സ് എന്നുള്ളടത്ത് നമുക്ക് ഒരു 13 അടിച്ചു കൊടുക്കാം. അത് നമ്മൾ 13 കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾക്ക് അടുത്തതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമ്മൾക്ക് ഹൈറ്റ് ഓഫ് സിമ്പിൾ ഇൻവോയ്സ് എന്നുള്ളത് നമുക്ക് ഇത് നമുക്ക് എന്താണ് 13 ആയിട്ട് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. വീണ്ടും നമ്മൾ താഴത്തേക്ക് വന്നു. ഇവിടെ നമുക്ക് വിഡ്ത്ത് നമുക്ക് ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് കൊടുക്കാം. വിഡ്ത്ത് നമുക്ക് 7.5 എന്നുള്ളത് നമുക്ക് 8 ആയിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ അതിൻ്റെ അടിയിലുണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, വിഡ്ത്ത് ഓഫ് സിമ്പിൾ ഇൻവോയ്സ്, അത് നമുക്ക് എന്താണ് 8 ആയിട്ട് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഈ ഒരു വിൻഡോ നമ്മൾ Ctrl+A അടിച്ച് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ എടുത്ത് നോക്കാം. പ്രിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 1 of 1 നമുക്ക് പേജ് ഒരു പേജിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ F4 അടിക്കാം. ഇപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവോയ്സ് എല്ലാതും നമുക്ക് ഒറ്റ പേജിലായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾക്ക് പ്രിൻ്റ് നമ്മൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് നമുക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പ്രിൻ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമുക്ക് നല്ലൊരു ഐഡിയ തന്നെ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർട്ടികൾക്ക് നമ്മളൊരു കൺഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അയക്കും. അപ്പോൾ എന്താണ് കൺഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് കൺഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മൾക്ക് ആ പാർട്ടിയുടെ ഡീറ്റെയിൽസും നമ്മളുടെ ഇതുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു പാർട്ടിയായിട്ട് പർച്ചേസ് നടത്തി, നമ്മൾ ആ പാർട്ടിക്ക് ഒരു ഡെബിറ്റ് നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു റിട്ടേൺ ചെയ്തിട്ട്. പക്ഷേ ആ പാർട്ടി അതിനൊരു കറസ്പോണ്ടിങ് ക്രെഡിറ്റ് നോട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് രണ്ടിനും നമുക്ക് ഒരു വ്യത്യാസം കാണും. അപ്പോൾ നമ്മൾക്ക് ആ വ്യത്യാസം നമ്മൾക്ക് ഉണ്ട്, ആ വ്യത്യാസം നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ എന്താണ് പാർട്ടിയുടെ അടുത്തുനിന്ന് ഒരു കൺഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യപ്പെടാം. അപ്പോൾ ഓഡിറ്റർ എപ്പോഴും ആവശ്യപ്പെടും. കാരണം ഓഡിറ്റർക്ക് 2 പാർട്ടികളുടെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് 2 പാർട്ടികളുടെ അടുത്തുനിന്നും ഒരു കൺഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റർ എപ്പോഴും ആവശ്യപ്പെടും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ടാലിയിൽ ഒരു കൺഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, കൺഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ അക്കൗണ്ട്സ് ബുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ ലെഡ്ജർ എടുത്തു. ഇപ്പോൾ ഗോപിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പൈസ നമ്മൾക്ക് തരാനുണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കാണ് നമ്മളൊരു കൺഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, കൺഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പ്രിൻറ്റിൻ്റെ അവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമ്മൾക്ക് കറൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് കോൺഫിഗർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ലെഡ്ജർ അക്കൗണ്ട്സ് വന്നിട്ട് റിപ്പോർട്ട് ടൈപ്പിൽ, അപ്പോൾ ഇവിടെ നമുക്ക് റിപ്പോർട്ട് ഡീറ്റെയിൽസിൽ റിപ്പോർട്ട് ടൈപ്പിൽ ലെഡ്ജർ അക്കൗണ്ട്സ് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫർമേഷൻ ഓഫ് അക്കൗണ്ട്സ് വന്നിട്ട് കാണിക്കും. ഈ കൺഫർമേഷൻ ഓഫ് അക്കൗണ്ട്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മൾ Ctrl+A അടിച്ച് സേവ് ചെയ്തു.
ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് പ്രിവ്യൂ എടുത്ത് നോക്കാം. അപ്പോൾ പ്രിവ്യൂ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിവ്യൂ എടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും കൺഫർമേഷൻ ഓഫ് അക്കൗണ്ട്സ് പറഞ്ഞിട്ട് ഗിവൺ ബിലോ ഈസ് ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ അക്കൗണ്ട്സ് ഇൻ മൈ സ്റ്റാൻഡിംഗ് ഇൻ മൈ ഓർ യുവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫോർ ദ എബോവ് മെൻഷൻഡ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ കൈൻഡ്ലി റിട്ടേൺ 3 copies സ്റ്റാർട്ടിംഗ് യുവർ Kindly return 3 copies starting your IT permanent account number duly signed and sealed എന്ന് പറഞ്ഞിട്ട് കാണിക്കും. നമുക്ക് എത്ര ഡീറ്റെയിൽസ് ആണ് എന്നുള്ളത് കാണിക്കും. ഇതാണ് നമ്മുടെ പ്രിൻ്റ് എടുത്തിട്ട് അയച്ചു കൊടുക്കേണ്ടത്. ആ പാർട്ടിയാണെന്നുണ്ടെങ്കിലും എന്താണ് നമ്മൾക്കും ഇതേപോലെ അയച്ചു കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് അയക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ ഇതാണ് കൺഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് എങ്ങനെയാണ് പാർട്ടിക്ക് ഒരു റിമൈൻഡിങ് ലെറ്റർ അയക്കാൻ നോക്കാം. അതായത് ആ പാർട്ടി നമ്മൾക്ക് എമൗണ്ട് തരാൻ നമുക്ക് കുറേ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ പാർട്ടിയെ വിളിച്ച് കുറേ ഫോളോ അപ്പ് ചെയ്തു, പക്ഷേ ആ പാർട്ടി എത്രയായിട്ടും പൈസ തരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്താണ് ആ പാർട്ടിക്ക് ഒരു റിമൈൻഡിങ് ലെറ്ററാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റിമൈൻഡിങ് ലെറ്റർ നമുക്ക് എടുത്തിട്ട് എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ നമുക്ക് എക്സെപ്ഷൻ റിപ്പോർട്ട്സ് ആണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. ഇവിടെ നമുക്ക് എക്സെപ്ഷൻ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലിവിടെ ലാസ്റ്റിലൊരു ഓപ്ഷൻ കാണിക്കും ഓവർ ഡ്യൂ റിസീവബിൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് തരാനുള്ള പാർട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നമുക്ക് കാണിക്കും. ഇവിടെ നമുക്ക് ജസ്റ്റ് പ്രിൻറ്റിൻ്റെ അവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ കറൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോൺഫിഗറിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. കോൺഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിപ്പോർട്ട് ടൈപ്പ് എന്നിട്ട് കാണിക്കും. ഇവിടെ നമുക്ക് ബിൽ ഔട്ട്സ്റ്റാൻഡിങ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് റിമൈൻഡർ ലെറ്റർ എന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും എത്ര പീരീഡിലാണ് നമ്മൾ പൈസ കൊടുക്കാനുള്ളത്. അപ്പോൾ എത്ര പീരീഡ് വെച്ചിട്ടാണ് നമ്മൾക്ക് കിട്ടാനുള്ള എമൗണ്ടുകൾ എന്ന് കാണിക്കാം. എന്താണ് അതിൻ്റെ നമ്മൾക്ക് കണ്ടീഷൻ എന്നുള്ളത് കാണിക്കാം. 10 ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടാനുള്ളത്, 10ൻ്റെ 20ൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിലേക്കാണ് നമ്മൾക്ക് ആ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ഞാൻ 0 to 10 കൊടുത്തു, 10 to 20, 20 to 30, 30 to 40. ജസ്റ്റ് എൻ്റർ അടിച്ചു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ കൺട്രോൾ എടുത്ത് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പ്രിവ്യൂ എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽ കാണാൻ വേണ്ടിയിട്ട് F4 അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും ഔട്ട്സ്റ്റാൻഡിങ്സ് ഗിവൺ ബിലോ ഈസ് ദ ഡീറ്റെയിൽ ഓഫ് എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് അഗെയിൻസ്റ്റ് യുവർ നെയിം ഇൻ അവർ ബുക്സ് ഗിവൺ ബിലോ. We request you to make immediate steps for setting the overdue bills and apply. നമുക്കിവിടെ എമൗണ്ട് കാണിക്കും. ഇത് എത്ര ദിവസത്തിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ 40 ദിവസത്തിൻ്റെ ഉള്ളിൽ 40 ദിവസത്തിൻ്റെ മുകളിലാണ് ഈ ഒരു എമൗണ്ട് കിടക്കുന്നത്. കാരണം നമ്മൾ ഡേറ്റ് വെച്ചിട്ടാണ് ആ ഒരു എമൗണ്ട് അവിടെ കിടക്കുക. നമ്മളെന്ത് സെയിൽ ചെയ്തു, നമുക്ക് എന്നാണ് നമ്മൾ റിപ്പോർട്ട് എടുത്ത് നോക്കണത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ എമൗണ്ട് അവിടെ വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് ഇവിടെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ഒരു ലെറ്ററാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിമൈൻഡിങ് ലെറ്റർ ടാലിയിൽ നിന്ന് നമ്മൾ പ്രിൻ്റ് എടുക്കുക. ഒരു അക്കൗണ്ടൻ്റ് നിർബന്ധമായിട്ടും ഈ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.